വാഹന പരിശോധനയ്ക്കിടെ ആലുവയിൽ 10 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. കാർ ഡ്രൈവറും മധ്യവയസ്കയും ഉൾപ്പെടെ 3 ഇടുക്കി സ്വദേശികൾ അറസ്റ്റിലായി. കഞ്ചാവ് കടത്തിയ ടാക്സി സ്വിഫ്റ്റ് കാറിന്റെ ഉടമയും ഡ്രൈവറുമായ ഉടുമ്പൻചോല ഇഞ്ചപ്പനാൽ വലിയ വാഴയിൽ വിനു, കൊന്നത്തടി മുതിരപ്പുഴ എടപ്പറമ്പ് സനൂപ്, മണിയാർകുടി ആലാട്ടുവീട്ടിൽ ഓമന ശശി എന്നിവരാണ് പിടിയിലായത്. ഉച്ചയ്ക്ക് 2 മണിയോടെ ആലുവ ചൂണ്ടിൽ നിന്നാണ് പ്രതികൾ വലയിലായത്. റൂറൽ SP സതീഷ് ബിനോയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് ആഴ്ചകളോളമായി നിരീക്ഷണത്തിലായിരുന്നു. ഇതിനിടെ കൊച്ചിയിലേക്ക് കഞ്ചാവ് കടത്തുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ആലുവ പ്രിൻസിപ്പൽ SI PF ഫൈസൽ, സ്ക്വാഡ് SIമാരായ A അനൂപ്, ബിനോയ് പൗലോസ് എന്നിവരുടെ നേതൃത്വത്തിൽ ചൂണ്ടിയിൽ വാഹന പരിശോധന നടത്തുകയായിരുന്നു. കഞ്ചാവ് വാഹനം നിർത്തിയില്ലെങ്കിൽ പിന്തുടരുന്നതിനായി മറ്റൊരു വാഹനവും 100 മീറ്റർ മാറ്റി പാർക്ക് ചെയ്തിരുന്നു. പോലീസ് കൈകാണിച്ചതിനെ തുടർന്ന് കഞ്ചാവ് വാഹനം നിർത്തിയെങ്കിലും പ്രതികൾക്ക് ഭാവഭേദമൊന്നുമുണ്ടായില്ല. പരിശോധനയിൽ സീറ്റുകൾക്കടിയിൽ 5 പ്ലാസ്റ്റിക് കവറുകളിലായി കഞ്ചാവ് ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി. കാറിന്റെ പിൻസീറ്റിൽ യാത്രക്കാരെന്ന ഭാവേനയാണ് ഓമനയും അനൂപും ഇരുന്നത്. കഞ്ചാവ് കടത്തുന്നതിന് ഓമനയെ വർഷങ്ങളായി കരിയറായി ഉപയോഗിക്കുകയാണെന്നാണ് സൂചന. ആദ്യമാണെന്ന് ഇവർ പോലീസിനോട് പറയുന്നുണ്ടെങ്കിലും വിശ്വസിച്ചിട്ടില്ല. ഭർത്താവ് 15 വർഷം മുമ്പ് ബന്ധം ഉപേക്ഷിച്ചതിനെ തുടർന്ന് 3 മക്കൾക്കൊപ്പം താമസിക്കുകയാണ് ഓമന. നേരത്തെ കൂലിപ്പണിക്ക് പോയിരുന്നെങ്കിലും ഇപ്പോൾ പോകുന്നില്ലെന്നും പറയുന്നു. അധ്യാപികയുമായി വഴക്കിട്ട് +2 പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച സനൂപ് ഓട്ടോ ഡ്രൈവറാണ്. പോലീസ് കൈകാണിച്ചിട്ടും കാർ നിർത്താത്തതിനെതിരെ അടിമാലി പോലീസിൽ കേസുള്ളതൊഴിച്ചാൽ മറ്റൊന്നിലും കേസില്ലെന്നാണ് ഇയാൾ പറയുന്നത്. പിടിയിലായുടൻ കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനായി വിനുവിനെ പോലീസ് ഇടുക്കിയിലേക്ക് കൊണ്ടുപോയി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് DYSP VK സനൽകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CI TB വിജയൻ, SI PF ഫൈസൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എറണാകുളം റൂറൽ SP ശ്രീ സതീഷ് ബിനോ IPS അവർക്ക് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്ന് ഇന്ന് റോഡ് ജില്ലയിൽ വ്യാപകമായി നടത്തിയ പോലീസ് റെയ്ഡിൽ 10 കിലോ കഞ്ചാവുമായി 3 പേരെ നാർക്കോട്ടിക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ചൂണ്ടി ഭാഗത്ത് വെച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 പേരിൽ ഒരാൾ സ്ത്രീയാണ്. അവർ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാർ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ജില്ലയിൽ വ്യാപകമായി നടത്തിയ വാഹന പരിശോധനയ്ക്കിടയ്ക്കാണ് ഈ രഹസ്യ നടത്തിയതിനെ തുടർന്ന് വ്യാപകമായ വാഹന പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ വാഹന പരിശോധന നടത്തുന്ന അവസരത്തിലാണ് ഈ കാർ പോലീസിന്റെ കഞ്ചാവുമായിട്ട് പ്രതികളുമായി പോലീസിന്റെ പിടിയിലാവുന്നത്. അതിലെ പ്രതികളുടെ കഞ്ചാവ് സോഴ്സ് അറിയുന്നതിനായിട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിക്കുകയാണ്. കിട്ടിയ വിവരമനുസരിച്ചിട്ട് ഇടുക്കി ഭാഗത്തു നിന്നാണ് ഈ കഞ്ചാവ് ഇവിടെ എറണാകുളത്തും സിറ്റിയിലും അതുപോലെ റൂറലിലും കല്ലാർകുട്ടി എന്ന ഭാഗത്തു നിന്നാണ് ഇത് കൊണ്ടുവന്നാണ് പോലീസിന് വിവരം കിട്ടിയത്. എറണാകുളം ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ വിതരണം നടത്താനായിട്ട് കൊണ്ടുവന്ന കഞ്ചാവെന്നാണ് പോലീസ് പ്രതികളെ ചോദ്യം നിന്നും മനസ്സിലാക്കിയത്. ജില്ലയിലെ താലൂക്ക് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ റെയ്ഡിന്റെ ഭാഗമായി ആലുവ താലൂക്ക് ഓഫീസിലും റെയ്ഡ് നടത്തി. 2 മാസത്തിലേറെയായിട്ടും പോക്കുവരവ് നടത്താത്ത നിലയിൽ നിരവധി ഫയലുകൾ കണ്ടെത്തിയതായി വിജിലൻസ് DYSP AD സുബ്രഹ്മണ്യൻ വെളിപ്പെടുത്തി. 15 ദിവസത്തിനുള്ളിൽ പോക്കുവരവ് നടത്തണമെന്നാണ് വ്യവസ്ഥ. ചില ഓഫീസുകളിൽ നിന്നും തപാൽ മാർഗം എത്തിയിട്ടുള്ള ഫയലുകൾ തുറന്നു നോക്കുക പോലും ചെയ്യാതെ കൂട്ടിയിട്ടിരിക്കുന്നതായും കണ്ടെത്തി. ഇതേ തുടർന്ന് എല്ലാ ഫയലുകളിലും എത്രയും വേഗം നടപടികൾ സ്വീകരിക്കാൻ വിജിലൻസ് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കിട്ടിയ അപേക്ഷ ഇവർ പരിശോധിച്ച് പോക്കുവരവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്ത് തിരിച്ചയക്കാം. ഈ പ്രോസസ്സെല്ലാം 15 ദിവസം കൊണ്ട് തീരണം എന്നാണ് നിയമം പറയുന്നത്. പക്ഷെ അതിൽ വളരെയധികം പെൻഡൻസി എല്ലാ ഓഫീസുകളിലും ഉണ്ട് എന്നുള്ളതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ ആലുവ താലൂക്കിലെ ഈ ഓഫീസിൽ നമ്മൾ പരിശോധന. ഇതുപോലെ എറണാകുളം ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും നമ്മുടെ വിജിലൻസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ട്. ഈ ഓഫീസുകളിലെ പെൻഡൻസിയുടെ റിപ്പോർട്ട് ഈ ഒരു സെക്ഷനിൽ മാത്രം നമ്മൾ 86 ഈ C5 സെക്ഷനിൽ മാത്രം 86 പെൻഡിംഗ് ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ ഏകദേശം ഒരു 30ഓളം അപേക്ഷകൾ വില്ലേജിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. അതും ഈ പെൻഡൻസി ആയിട്ട് തന്നെ കണക്കാക്കണം. 30ഓളം അപേക്ഷ. സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ സർക്കാരിന് തന്നെ അപമാനമാണെന്ന് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോയ് മാളിയേക്കൽ. DKTF സംസ്ഥാന വ്യാപകമായി നടത്തുന്ന മാർച്ചിന്റെയും ധർണയുടെ ഭാഗമായി ആലുവ നിയോജക മണ്ഡലത്തിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
UDF സർക്കാർ അധികാരത്തിലേറി 3 വർഷത്തിനകം നിരവധി ആനുകൂല്യങ്ങൾ തൊഴിലാളി മേഖലയിൽ നടപ്പിലാക്കിയെങ്കിലും കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഒന്നും നൽകാതെ 200 കോടി രൂപയോളം കുടിശ്ശികയായി കിടക്കുകയാണ്. യാതൊരു ഭരണ പാഠവുമില്ലാത്ത സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഉമ്മൻചാണ്ടി സർക്കാരിന് തന്നെ അപമാനമാണെന്നും ആലുവ നിയോജക മണ്ഡലത്തിൽ നടന്ന DKTF മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോയി മാളിയേക്കൽ പറഞ്ഞു. കർഷക തൊഴിലാളി പെൻഷൻ 300 രൂപ എന്നത് 500 ആക്കുകയും പ്രസവാനുകൂല്യം 1000-ൽ നിന്ന് 1500 രൂപ ആക്കുകയും ചെയ്ത സർക്കാർ ക്ഷേമനിധി ആനുകൂല്യം കാലോചിതമായി വർദ്ധിപ്പിക്കേണ്ടതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആലുവ വില്ലേജ് ഓഫീസിന് മുന്നിലായിരുന്നു DKTF ആലുവ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ധർണ. ബാബു കൊല്ലംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ജോസഫ് അട്ടാറ, ആലുവ നഗരസഭാ ചെയർമാൻ MT ജേക്കബ്, താരാനാഥ്, ദിലീപ് കപ്രശ്ശേരി, വർഗീസ് കാഞ്ഞൂർ, കുഞ്ഞമ്മ ജോർജ്, മുഹമ്മദ് ഷെഫീഖ്, മാധവൻകുട്ടി, ഇബ്രാഹിംകുട്ടി, മുഹമ്മദ് ഇടത്തല, ഹസിൻ ഖാലിദ്, മണ്ഡലം പ്രസിഡന്റുമാരായ വേലായുധൻ, TC ബാബു, ജോസഫ് മാനുവൽ, ജൂഡി പാറക്കൽ, ജോം സബാസിൻ, അസി എടത്തല, അഫീസ് ചെങ്ങമനാട് എന്നിവർ സംസാരിച്ചു. ഓണത്തിന് മുമ്പായി തൊഴിലാളി പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുക, നിലവിലുള്ള പെൻഷൻ 500-ൽ നിന്ന് 1000 ആക്കുക, മുടക്കം വന്ന അംഗങ്ങളുടെ ക്ഷേമനിധി അംഗത്വം പുതുക്കുവാൻ അവസരമുണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് DKTF പ്രവർത്തകർ നഗരം ചുറ്റി നടത്തിയ പ്രകടനം വില്ലേജ് ഓഫീസിനകത്ത് വെച്ച് പോലീസ് തടയുകയും തുടർന്ന് ധർണ നടത്തുകയുമായിരുന്നു. തൊഴിൽ മന്ത്രി രാജിവെക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇന്നും പഴയ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പ്രസവ ആനുകൂല്യം മാത്രമാണ് ഈ 3 വർഷത്തിനുള്ളിൽ 1000 രൂപയായിരുന്ന പ്രസവാനുകൂല്യം 15,000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റ് യാതൊരു ആനുകൂല്യങ്ങൾക്കും ഒരു വർധനവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ന് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കൊടുക്കേണ്ട വിവിധ ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക, അതിപക്ഷ ആനുകൂല്യം ഉൾപ്പെടെ, വിവാഹ സഹായം ഉൾപ്പെടെ, ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഏതാണ്ട് 200 കോടി രൂപ ഇന്ന് ക്ഷേമനിധി ബോർഡ് കുടിശ്ശികയായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിനൊരു പരിഹാരമുണ്ടാകണം എന്നാണ് നമ്മൾ പ്രധാനമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരവധി സമരങ്ങൾ ക്ഷേമനിധി ബോർഡ് ഓഫീസുകൾക്ക് മുന്നിൽ, അതുപോലെ തന്നെ സംസ്ഥാന ക്ഷേമനിധി ബോർഡ് ഓഫീസിന് മുമ്പിൽ, അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് പടിക്കലും ഒക്കെ ജില്ലാ കമ്മിറ്റികളുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഈ കാലയളവിനുള്ളിൽ നിരവധി സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട, കേരളത്തിലെ പാവപ്പെട്ടവരുടെ അപ്പസ്തലനായി മാറിക്കൊണ്ട് കേരളത്തിൽ വേദനിക്കുന്നവരുടെയും കേരളത്തിലെ യാതന അനുഭവിക്കുന്നവരുടെയും പട്ടിണിപ്പാവങ്ങളുടെയും വേദനകൾ നേരിട്ട് കേട്ടുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കിക്കൊണ്ട് കേരളത്തിലെ ജനനായകനായ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ പാവപ്പെട്ടവരുടെ പ്രശ്നം പരിഹരിക്കുവാൻ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ ഒരു തേരോട്ടം തന്നെ നടത്തിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുമ്പോഴാണ് കേരളത്തിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രി കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുന്നിൽ ഒരു മാടമ്പിയെപ്പോലെ പുറംതിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. മതത്തിന്റെയോ അതിർവരമ്പുകൾ കൊണ്ട് വേർതിരിക്കാതെ മനുഷ്യരെല്ലാം ഒന്ന് എന്ന നിലയിൽ സ്നേഹവും സൗഹൃദവും ഊട്ടിയുറപ്പിച്ച് പ്രവർത്തിക്കാൻ റെസിഡൻസ് അസോസിയേഷനുകൾ വളരെ ആവശ്യമാണെന്ന് അൻവർ സാദിഖ് MLA ആലുവ ഹിൽ ഗാർഡൻ റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. നമുക്കെന്ത് കിട്ടി എന്നതിലുപരി നമുക്കെന്ത് സമൂഹത്തിന് കൊടുക്കുവാൻ സാധിച്ചു എന്നതായിരിക്കണം മനുഷ്യൻ ചിന്തിക്കേണ്ടതെന്നും ഇന്നത്തെ പത്രവാർത്തകൾ മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചതായി തെളിയിക്കുന്ന അവസരത്തിൽ നമ്മുടെ പഴയ സംസ്കാരം എവിടെയോ നഷ്ടപ്പെട്ടതായി ഓർമ്മിക്കുന്നു എന്നും അൻവർ സാദത്ത് പ്രസ്താവിച്ചു. പുത്തൻ തലമുറ ലഹരിക്ക് അടിമപ്പെടുന്നതായി കാണുന്നത് ഇത്തരം കൂട്ടായ്മകൾ കൊണ്ട് ഇല്ലായ്മ ചെയ്യണമെന്നും അവരുടെ കഴിവുകൾ സമൂഹത്തിന് ഉപയോഗപ്രദമാക്കണമെന്നും MLA കൂട്ടിച്ചേർത്തു. HRA പ്രസിഡന്റ് ജോളി പടമാട്ടുമൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രക്ഷാധികാരി ഫ്രാൻസിസ് കാരക്കാട് സ്വാഗതം ആശംസിച്ചു. ചൂർണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ, മെമ്പർ അച്ചാമ ടീച്ചർ, നഗരസഭാ കൌൺസിലർ ടിമ്മി ടീച്ചർ, ഫാദർ സോണി വെട്ടിക്കാലയിൽ എന്നിവർ ആശംസകൾ നേർന്നു. HRA സെക്രട്ടറി ജെമി K അഗർഷൻ കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് സ്നേഹവിരുന്നും HRA കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാസന്ധ്യയും ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മുടെ പൂർവികർ നമുക്ക് നേരിടുന്ന ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഒരുമിച്ച് നമുക്ക് സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ, സൗഹൃദത്തോടെ മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് നമ്മുടെ മതേതരത്വ നിലപാടുകൾ ഊട്ടിയുറപ്പിച്ച് നമുക്ക് മുന്നോട്ട്. നമ്മൾ അങ്ങനെയാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്, അല്ലെ? നമ്മുടെയൊക്കെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അവിടെ പല മാർഗങ്ങൾ സ്വീകരിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
എല്ലാ മതങ്ങളുടെയും ലക്ഷ്യമൊന്നും തന്നെ എല്ലാ മതങ്ങളും സൗഹൃദവും സ്നേഹവും സാഹോദര്യം കൂട്ടിയുറപ്പിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഒരു ചിന്താഗതിയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടുകൂടി നമ്മുടെ പഴയകാല സംസ്കാരത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വലിയ ആഗ്രഹം. കാരണം നമുക്കറിയാം, പഴയ കാലത്തെ പോലെ അയൽപക്ക ബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ അല്ലെങ്കിൽ കൂട്ടുകുടുംബ ബന്ധങ്ങളോ എത്രയൊക്കെ ഉണ്ട് എന്ന് ഞാനും നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, ആ പഴയ കാലത്തെ സൗഹൃദവും സ്നേഹവും ഒക്കെ എവിടെയോ നഷ്ടപ്പെട്ടതായി പലപ്പോഴും എനിക്കും നിങ്ങൾക്കും തോന്നാറുണ്ട്. അവിടെയാണ് ഞാനും നിങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ആർക്കു വേണ്ടി? നമ്മുടെ പുതിയ തലമുറ, എന്റെയും നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ ചെറുമക്കൾ, അവരെ നാട്ടിൽ സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി സൗഹൃദത്തോട് ജീവിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ പഴയകാല സംസ്കാരത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആലുവ പമ്പ് കവലയിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ ചെയർമാൻ MT ജേക്കബ് നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ലിസി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫാസിൽ ഹുസൈൻ, കൌൺസിലർമാരായ NR സൈമൺ, ലത്തീഫ് പൂഴ്ത്തറ, ജെബി മേത്തർ, ബിന്ദു അലക്സ്, ലിസ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ആലുവയുടെ വിവിധ ഭാഗങ്ങളിൽ വെളിച്ചം പരത്തുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട കവലകളിൽ നമ്മൾ 5 ഹൈമാസ് ലൈറ്റാണ് നമ്മൾ കത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാണ് ഈ പമ്പ് വഴി പ്രകാശിപ്പിച്ച ഹൈമാസ് ലൈറ്റ്. ആ ഹൈമാസ് ലൈറ്റ് ഏകദേശം 2.25 ലക്ഷം രൂപ ചെലവ്. അത് ആലുവയിൽ മൊത്തമുള്ള ലൈറ്റുകൾ എത്തിക്കുന്ന ലൈറ്റ് നമ്മൾ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി BOT അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുള്ള ലൈറ്റ് എന്ന കമ്പനിയാണ് നമ്മുടെ നഗരസഭയിലെ മുഴുവൻ ലൈറ്റുകൾ കത്തിക്കുന്നത്. അതുവഴി നമുക്ക് ലൈറ്റുകൾ മാറ്റിയിടുന്നതിനുള്ള ചിലവുകൾ നമുക്ക് ഒരിക്കലും വരാറില്ല. അവർ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗം അതിന്റെ ഉടമസ്ഥതയിലുള്ള ആളുകൾ നമുക്ക് ആ ലൈറ്റ് വില കത്തിച്ചതാണ്.